ഹായ്. സോ നമ്മൾ +1 എത്തിയിരിക്കുകയാണല്ലേ. ശരിക്കും നമ്മുടെ ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് വരുന്ന ഒരു ഇയർ ആണ് ഈ പറയുന്ന +1 എന്ന് പറഞ്ഞാൽ കേട്ടോ. കാരണം പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, പുതിയ സാഹചര്യങ്ങൾ, പുതിയ ചുറ്റുപാടുകൾ ആൻഡ് നമ്മൾ കുറച്ചുകൂടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പോവുകയാണല്ലേ. നമ്മൾ ഇത്രയും കാലം എല്ലാ സബ്ജക്ട്സും പഠിച്ചു. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് സയൻസ് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് പഠിക്കാം, അല്ലെങ്കിൽ കോമേഴ്സ് പഠിക്കാം. അങ്ങനെ കുറച്ചും കൂടെ ഒരു സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുണ്ട് ലൈക്ക് ഈ ഒരു +1 ആവുന്ന സമയത്ത്. പക്ഷെ അവിടെയും നിങ്ങളുടെ കൂടെ വിടാതെ നമ്മൾ കൂടെ ഉണ്ട് ആര്? ഇംഗ്ലീഷ് കേട്ടോ. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന തൊട്ടിട്ട് +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ അവിടെയും ആരുണ്ട്? ഇംഗ്ലീഷ് കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു ബാച്ചിനെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് 9ാം ക്ലാസ് മുതൽ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ശീലമുള്ള ആൾക്കാരാണ് അല്ലെ. 9th 10th ഇനിയിപ്പോ +1 ആണെങ്കിൽ +1ലും പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ PDF കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ളൊരു ഇത് കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ചിലപ്പോഴേ ഈ വർഷം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുകയുള്ളൂ. കാരണം കുറച്ച് അതിനകത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോഴേ ഈ വർഷം ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ടെക്സ്റ്റ് തന്നെയാണ് പഠിക്കാനുണ്ടാവുക കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് ആണ്, അതായത് ഇതാണ് പുതിയ ടെക്സ്റ്റിന്റെ കോണ്ടന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പഴയ ടെക്സ്റ്റിന്റെ കോണ്ടന്റ്സ് ആണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പുതിയ ടെക്സ്റ്റ് ആവുന്ന സമയത്ത് 5 യൂണിറ്റിൽ 16 ലെസൺസ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ വേണ്ടി വരുന്നത്. പഴയ ടെക്സ്റ്റ് ആവുന്ന സമയത്ത് 6 യൂണിറ്റിൽ 19 ലെസൺസ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ശരിക്കും ഇപ്പൊ പുതിയ ടെക്സ്റ്റിലാണ് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒന്ന് കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ നിങ്ങളെ സംബന്ധിച്ച് വരുന്ന ഒരു ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആരില്ല ഒന്ന് നോക്കി പഠിക്കാനായിട്ട്. PYQ എന്ന് പറഞ്ഞ സംഗതി ലെവലേശം ഇല്ല. പറയും മിസ്സേ ഞങ്ങൾക്ക് അത് പുത്തരിയല്ല, കാരണം 9ാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ PYQ ഇല്ലാതെ പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ പറയൂ അല്ലേ. യെസ്, അപ്പൊ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. PYQ ഉണ്ടാവില്ല ഈ ടെക്സ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ PYQ ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഇംഗ്ലീഷിന്റെ കാര്യം. ഈ വർഷം അതായത് +2 എഴുതിയ സമയത്ത്, +2 റിസൾട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഇംഗ്ലീഷിൽ ഇത്രയും പേര് ഫെയിൽ ആവുന്നത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ കുറെ കുട്ടികളുടെ അടുത്ത് സംസാരിച്ചു, കുറെ പേര് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. കറക്റ്റ് ആയിട്ട് ചോദ്യം മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാട്ടോ. നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ വർഷം അല്ലെ, ഇനി +1 ഒരു ഡബിൾ പാസ് എന്നുള്ള സംഗതി ഉണ്ട്. നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്ന ഒരു ടേമാണ് ഡബിൾ പാസ് കേട്ടോ. ഈ ഡബിൾ പാസ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് 80 മാർക്കിന്റെ ഒരു സബ്ജക്ട്. അതുകൊണ്ട് ഞാൻ അത് ഇംഗ്ലീഷിന്റെ ബേസിസിൽ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ നിങ്ങൾ +1 തന്നെ 48 മാർക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് പാസ്സായി എന്നാണ് അർത്ഥം. ഓക്കെ, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പാസ്സായി. എങ്ങനെ? +1 48 മാർക്ക് വാങ്ങുകയാണെങ്കിൽ. ഇനിയിപ്പോ നിങ്ങൾ +1 സപ്പോസ് ഒരു 24 മാർക്ക്, 24 മാർക്കേ നിങ്ങൾ വാങ്ങിയിട്ടുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ +1 പാസ്സാണ്, പക്ഷെ ഡബിൾ പാസ് അല്ല. ഓക്കെ, അപ്പൊ ഡബിൾ പാസിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് +1 നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഇംഗ്ലീഷിന് എങ്ങനെയോ നിങ്ങൾ പഠിച്ച് അടിപൊളിയാക്കി നിങ്ങൾക്ക് ഒരു 48 മാർക്ക് കിട്ടിയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് ഫെയിൽ ആവുമോ എന്നുള്ള പേടിയേ വേണ്ട. 48 മാർക്ക് +1 ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ് പാസ്സാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫെയിൽ ആവുന്ന കാര്യം ഓൾറെഡി പറഞ്ഞുതരാം. ഫെയിൽ ആവുന്നതിൽ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുറെ പേർക്കും. നിങ്ങൾ 10th വരെ പഠിച്ച പോലെയല്ല, +1 ആവുന്ന സമയത്ത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളൊരു റീസണിങ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചെഴുതേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ഒരു ഹയർ ഓർഡർ തിങ്കിങ്, നമ്മൾ കുറച്ചും കൂടെ ആലോചിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാവാത്തൊരു വിഷയം ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ് ഇറലവന്റ് ആൻസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിൽ ചോദിച്ചതിനുള്ള ആൻസർ അല്ല എഴുതി വെക്കുക, പലപ്പോഴും വേറെ എന്തൊക്കെയോ ആയിരിക്കും. അതായത് നിങ്ങളുടെ മെയിൻ ഒരു സംഗതിയാണ് സമ്മറി പഠിക്കുക. എല്ലാത്തിനും സമ്മറി പഠിക്കുക, എവിടെ കണ്ടാലും സമ്മറി എഴുതി വെക്കുക. അത് തെറ്റാണ്, ദാറ്റ് ഇസ് റാങ്. അങ്ങനെ എഴുതി വെക്കരുത്. നമുക്ക് ഓരോന്നിനനുസരിച്ച് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യനനുസരിച്ച് ടൈലർ ചെയ്യാൻ, അതിനെ മാറ്റി മറക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. പിന്നെ ഇഗ്നോറിംഗ് ദ ഫോർമാറ്റ് ഓഫ് ഡിസ്കോഴ്സസ്. മക്കളെ +1 +2കാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ പറഞ്ഞ ഡിസ്കോഴ്സസിന്റെ ഫോർമാറ്റ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ആണ്, നിങ്ങൾ പുതിയ ഡിസ്കോഴ്സസ് വേറെയും വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഡിസ്കോഴ്സസിന്റെ ഫോർമാറ്റ് അറിയാത്തത് വേറെ വലിയൊരു പ്രശ്നമാണ്. ഇനി നെക്സ്റ്റ്, പുവർ ഗ്രാമർ ആൻഡ് സെന്റൻസ് കൺസ്ട്രക്ഷൻ. ഈ ഞാൻ പറയട്ടെ, മൊത്തം കുറെ പേര് ഫെയിൽ ആയതിന്റെ അല്ലെങ്കിൽ കുറെ പേർക്കും ഇംഗ്ലീഷിനെ പേടിയുള്ളതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് തന്നെയാണ്. എന്താ?
ഗ്രാമർ ഇല്ല, അല്ലെങ്കിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. സ്വന്തമായിട്ട് മിസ്സേ എനിക്ക് എല്ലാം അറിയാം, ഞാൻ പഠിച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടാക്കി എഴുതാൻ അറിയുന്നില്ല. കുറെ പേര് പറയുന്ന സംഗതിയാണിത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പോയിന്റ്സിന്റെ ആവശ്യമില്ല. കാരണം ഫ്രീക്വന്റ് ടെൻസ് എറേഴ്സ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, വീക്ക് വൊക്കാബുലറി, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. അതായത് ഇതൊക്കെ തന്നെയാണ് എന്ത് ഈ പറഞ്ഞ നമുക്ക് സെന്റൻസ് കൺസ്ട്രക്ഷൻ ഇല്ലാത്തതും പിന്നെ അതുപോലെ തന്നെ പുവർ ഗ്രാമർ ഉള്ളതാണ് അതിന്റെ കാരണം. അതിന് നിങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മേ ബി നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഗ്രാമർ വേണ്ട രീതിക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പം ഗ്രാമർ അവിടെ അധികം പഠിപ്പിക്കുന്ന പോലും ഇല്ല. പെട്ടെന്ന് ഒരു 9ലും 10ലും എത്തുമ്പോഴാണ് നമ്മളെടുത്ത് ഗ്രാമർ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ യൂത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത്. സോ നമ്മുടെ ബേസിക്സ് അവിടെ ശരിയായിട്ടില്ല. മേ ബി ഒന്നെങ്കിലും നമ്മൾ പഠിക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചത് നമുക്ക് ടീച്ചേഴ്സ് സെറ്റ് ആകാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ശരിയില്ലാത്തതുകൊണ്ടോ നമ്മുടെ ബേസിക്സ് അങ്ങോട്ട് വെടിപ്പായിട്ടില്ല. സോ ഈ ബേസിക്സ് നിങ്ങൾക്ക് വെടിപ്പായി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസോട് കൂടി എഴുതാൻ പറ്റുന്നതിൽ ഞാൻ ഗ്യാരണ്ടി പറയാൻ കേട്ടോ. അപ്പൊ നമ്മുടെ എഡ്യൂപോർട്ടിൽ ഈ വർഷം തൊട്ടിട്ട് നമ്മുടെ ബാച്ചിൽ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കി എഴുതണ്ടേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു കോൺഫിഡൻസ് കൂട്ടാനുള്ള അല്ലെങ്കിൽ കോൺഫിഡന്റ് ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ചോദിക്കും മിസ് എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യാം? ഒന്നുമില്ലടാ, നമ്മുടെ +1 സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതോ ആയിക്കോട്ടെ, നമ്മുടെ സൂപ്പർ ബാച്ച് ഇപ്പോൾ ഓൺ ആണ്. നിങ്ങൾ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്സിന്റെ ഫൗണ്ടേഷനും ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷനും, ഓക്കെ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷനാണ് ഞാൻ പറയേണ്ടത്, പക്ഷെ മാത്സിന്റെ ഫൗണ്ടേഷനും കൂടെ എന്താണ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇംഗ്ലീഷ് പോലെ തന്നെ കുറെ പേരുടെ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നില്ല, മാത്സ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് ഇപ്പോഴും മാത്സ് എന്ന് പറഞ്ഞാൽ കയ്യും കാലും മറിക്കും, അങ്ങനെ പേടിയാണ്. സോ അതിന്റെ ഒക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബേസിക്സ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും അവിടെ പഠിച്ചിട്ടില്ല. നമ്മൾ വലുതാകുമ്പോഴായിരിക്കും അയ്യോ ഇത് അങ്ങനെ അറിയില്ലല്ലോ എന്നുള്ള സംഗതിയിലേക്ക് വരുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള, നിങ്ങളുടെ കാരണം കൊണ്ടല്ലാതെയോ നിങ്ങളുടെ കാരണം കൊണ്ട് whatever എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള ബേസിക്സ് നമ്മള് ആപ്പിലല്ലേ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതാണ് കേട്ടോ. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ വർണിത ഹരിദാസ്, അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ മക്കളെ +1 ആണ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം നിങ്ങൾ അത്യാവശ്യം പഠിച്ച ഒരു 48 മാർക്കെങ്കിലും നിങ്ങൾ അവിടെ സെറ്റ് ആക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ +2 നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം 48 മാർക്ക് എഴുതി വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് എന്തായാലും +2 നല്ല മാർക്ക് കിട്ടും. അപ്പൊ എന്തായാലും അവിടെ നല്ലൊരു ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നുള്ള ഉറപ്പാണ് കേട്ടോ. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ മക്കളെ, അവസാനത്തേക്ക് വെക്കരുത്. നിങ്ങൾ ഇപ്പൊ ഈ വർഷം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ പഠിച്ചു തുടങ്ങുക. ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ വർഷം പല കാര്യങ്ങളായിട്ട് ഒരുമിച്ച് കാണാനുള്ളതാണ്. ഓക്കെ, ശരി എന്നാല്